പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നാണ് CPIM-ൻ്റെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കുക, ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതോടൊപ്പം അതിന് സമാന്തരമായി അടിയന്തരമായ രാഷ്ട്രീയ കടമ ഇന്ത്യൻ സമൂഹത്തെയാകെ വിഷം തീണ്ടുന്ന ഒരു ഭരണ സംവിധാനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ BJP ഭരണം. 24-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു കേന്ദ്ര BJP ഗവൺമെൻറ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ആകെ തകർക്കുന്ന നടപടികളാണ് ഒന്നിനു പുറകെ ഒന്നായി നരേന്ദ്രമോദി ഗവൺമെൻറ് പിന്തുടരുന്നത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് സമാപിച്ച് നമ്മൾ നാടിൻ്റെ നാനാഭാഗത്തേക്കും പിരിഞ്ഞു പോയപ്പോൾ ഒരേ ദിവസം 2 ശ്രദ്ധേയമായ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെൻറ്റിനെതിരായി അവിടുത്തെ ഗവർണർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നടപടി, തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയ 10 നിയമങ്ങളെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ BJP അനുകൂലിക്കാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളെ ദ്രോഹിക്കുന്ന, ഭരണഘടനാ വിരുദ്ധമായി കഷ്ടപ്പെടുത്തുന്ന നയസമീപനത്തിൻ്റെ ഭാഗമാണ്. ഇത് കേരളത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നവഫാസിസ്റ്റ് പ്രവണതകൾ കേന്ദ്ര BJP ഗവൺമെൻറ് പിന്തുടരുന്നു എന്ന CPIM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ വിമർശനത്തെ ശരിവെക്കുന്ന കാര്യമാണ് സുപ്രീം കോടതിയുടെ വിധിയിലുള്ളത്. മറ്റൊന്ന്, ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേന്ദ്രം പാചകവാതകത്തിൻ്റെ ഉൾപ്പെടെ നികുതി വർദ്ധിപ്പിച്ചതിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന നയം, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന നയം, അത് ജനങ്ങൾക്ക് ഉള്ള വലിയൊരു പ്രഹരമാണ്, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെയുള്ള വലിയൊരു പ്രഹരമാണ്. ഈ വർദ്ധിപ്പിക്കുന്ന സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ട ഡിവിസിബിൾ പൂളിലേക്ക് കൊണ്ടുവരാതെ സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനവും കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ നവഫാസിസ്റ്റ് പിന്തുടരുന്ന മോഡി ഗവൺമെൻറ്റിനെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ അതിവിശാലമായ സമരൈക്യനിര കെട്ടിപ്പടുക്കണം എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യമാണെങ്കിൽ, ആ വിശാലമായ സമരവേദി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ CPIM-ൻ്റെ സ്വതന്ത്രമായ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സംഘടനാപരമായി പാർട്ടിയുടെയും CPIM പ്രവർത്തിക്കുന്ന വർഗബഹുജന സംഘടനകളുടെയും എല്ലാം സ്വാധീനം വർദ്ധിപ്പിക്കണം. പാർട്ടിയുടെയും വർഗബഹുജന സംഘടനകളുടെയും പ്രഹരശേഷി വർദ്ധിപ്പിക്കണം. സമരത്തിൻ്റെ ആഘാതശേഷി വർദ്ധിപ്പിക്കണം. ഇതിന് ഉപയുക്തമാകുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.